ചെളിപ്പാടത്തേക്ക് കാളക്കൂറ്റന്മാരെ പോലെ കുതിച്ചിറങ്ങുന്ന വാഹനങ്ങൾ. പുതുതലമുറക്കാർ മുതൽ വിന്റേജ് രാജാക്കന്മാർ വരെയുള്ള മത്സരം. ആ മത്സരം ഇന്ന് ആയിഷയ്ക്ക് ഒരു ഹരമാണ്. വണ്ടിപ്പൂട്ട് മത്സരം എവിടെയുണ്ടെങ്കിലും ആയിഷ അവിടെ എത്തും. വെള്ളവും ചെളിയും നിറഞ്ഞ പാടത്ത് ആയിഷയുടെ തീപാറും പോരാട്ടം. ഈ വണ്ടിപ്പൂട്ടിനൊക്കെ പോകുമ്പോൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ എൻജോയ്മെന്റ് മാത്രമല്ല കേട്ടോ, അതിൽ ഞാൻ കാണുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് ചെയ്യുമ്പം എന്നെപ്പോലത്തെ സ്ത്രീകൾ ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ ഒരു പ്രചോദനം കൂടി ആവണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാര്യമായിട്ട് ഇതിൽ എൻ്റെ ഒരു സന്തോഷം അത് മാത്രമാണ്. പ്രത്യേകം തയ്യാറാക്കിയ ട്രാക്കിലൂടെ വാഹനമോടിച്ച് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്തെത്തുന്നവരാണ് വിജയി. കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന അകമഴിഞ്ഞ പ്രോത്സാഹനമാണ് വീണ്ടും വീണ്ടും വണ്ടിയുമായി ഇറങ്ങാൻ ആയിഷയ്ക്ക് പ്രേരണ. ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെ കേട്ടോ ഞാൻ പഠിച്ചെടുത്ത്. ആരും സപ്പോർട്ട് ചെയ്യൂലായിരുന്നു, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇതിൽ. ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം കാലം മാറി. അതുമല്ല, എന്താ പറയുക, ഒരുപാട് കാലം നമ്മുടെ ഈ ആഗ്രഹങ്ങളൊക്കെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല. പിന്നെ സ്ത്രീകൾക്കെല്ലാം പറ്റും എന്നുള്ളത് ഒരു സംശയവുമില്ല. എല്ലാ കാര്യത്തിലും അത് മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ തന്നെ. നമ്മുടെ അവസരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഓരോ എന്താ പറയുക, ശരിക്കും കുറഞ്ഞൊരു കാലത്തേക്ക് വേണ്ടി മാത്രം വന്ന നമ്മൾ ഇവിടെ ജീവിക്കാണ്ട് പോലെ ജീവിച്ചു പോകണം ഓരോ നിമിഷവും. ഒറ്റയ്ക്ക് ലോകം ചുറ്റി കാണണം എന്നുള്ളതാണ് ആയിഷയുടെ ഏറ്റവും വലിയ ആഗ്രഹം. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്.